നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. RSS രാജ്യത്തെ വലിയ സംഘടനയെന്ന് സ്പീക്കർ സ്ഥാനത്തിരുന്ന ഷംസീർ പറയരുതായിരുന്നു. ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാനുണ്ടെന്നും ചിറ്റയം ഗോപകുമാർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസ്. ആഭ്യന്തര വകുപ്പ് ക്രിമിനൽ വൽക്കരിച്ചെന്നാരോപിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പന്തം കൊളുത്തി പ്രകടനം. സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ബാധ്യതയായെന്ന് നേതാക്കൾ. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. സംഭവം പുലർച്ചെ 1 മണിയോടെ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമ്പലപ്പാറയിൽ പട്ടാപ്പകൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ കൊട്ടേഷൻ സംഘത്തിലെ 2 പേർ കൂടി അറസ്റ്റിൽ. 4 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 68-കാരന് 14 വർഷം കഠിന തടവ്. പോക്സോ കേസിൽ വടക്കാഞ്ചേരി കോടതി ശിക്ഷിച്ചത് ചെറുതുരുത്തി കുളമ്പുമുക്ക് സ്വദേശി അബൂബക്കറെ. പ്രതി 70,000 രൂപ പിഴയടക്കണമെന്നും ഉത്തരവ്. മലമ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കേരള പിറവിക്ക് ശേഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് പിണറായി സർക്കാരെന്ന് STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM ഹമീദ്. ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ STU ധർണ. ഓണക്കാലമായിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന സർക്കാർ നയത്തിനെതിരെ പാലക്കാട് ഡിപ്പോയിൽ KST എംപ്ലോയി സംഘ പ്രതിഷേധം. ലക്കിടിയിൽ അംഗനവാടി കുട്ടികൾക്ക് യൂണിഫോമും ID കാർഡും. 1.5 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ 32 അംഗനവാടികളിലെ 300-ലധികം കുട്ടികൾക്ക് 2 ജോഡി യൂണിഫോമും തിരിച്ചറിയൽ കാർഡും നൽകി. എല്ലാവരും തുല്യരെന്ന സന്ദേശമുയർത്തുന്ന പദ്ധതി കുട്ടികളുടെ വസ്ത്രധാരണ രീതി ചിട്ടപ്പെടുത്താനും സഹായകരമാകുമെന്ന് അധികൃതർ. നാട് ഓണാഘോഷ നിറവിലേക്ക്. വിപണിയിൽ തിരക്കേറുന്നു. സപ്ലൈകോ നിയോജകമണ്ഡലം ഓണം ഫെയറുകൾ തുടങ്ങി. സഹകരണ കർഷക ചന്തകളും കുടുംബശ്രീ വിപണനമേളയും സജീവം. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി വെള്ളിയാങ്കലിൽ നടത്തുന്ന കുടുംബശ്രീ കാർഷിക പ്രദർശന വിപണനമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മങ്കര മാങ്കുറിശ്ശിയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് ആരോപിച്ച് മാവേലി സ്റ്റോറിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. RSS രാജ്യത്തെ വലിയ സംഘടനയെന്ന സ്പീക്കർ സ്ഥാനത്തിരുന്ന ഷംസീർ പറയരുതായിരുന്നു. CPM-ഉം CPI-യും യോജിച്ചു നിൽക്കുന്നത് തന്നെ RSS വിരുദ്ധതയുടെ പേരിലാണെന്നും ചിറ്റയം ഗോപകുമാർ പാലക്കാട്ട് പറഞ്ഞു. RSS രാജ്യത്തെ വലിയ സംഘടനയെന്ന പ്രസ്താവന തന്നെ തെറ്റാണ്. സ്പീക്കറുടെ പ്രസ്താവന ഇടതുമുന്നണി നയത്തിന് എതിരാണെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. CPM തന്നെ ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ADGP എന്തിന് RSS നേതാക്കളെ കണ്ടുവെന്നും കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നുവെന്നും ഔദ്യോഗിക വാഹനം ഒഴിവാക്കി RSS നേതാക്കളെ കാണാൻ എന്തിനു പോയി എന്നതിനും ഇത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തത കിട്ടണമെന്നും ചിറ്റയം ഗോപകുമാർ പാലക്കാട്ട് പറഞ്ഞു. CPM-ഉം യോജിച്ചു നിൽക്കുന്നത് തന്നെ BJP RSS രാഷ്ട്രീയത്തിനെതിരായിട്ടാണ്. അപ്പം RSS ഒരു വലിയ സംഘടനയാണ്, അതുകൊണ്ട് പോയി കാണാൻ കൊള്ളാം എന്ന് ഒരിക്കലും സ്പീക്കർ പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഭരിക്കുന്ന സംസ്ഥാനത്ത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പോകേണ്ടുന്ന കാര്യമുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് പോയത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇത് ജനങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്, അവകാശമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 4 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 68-കാരന് 14 വർഷം കഠിന തടവ്. ചെറുതുരുത്തി കുളമ്പുമുക്ക് സ്വദേശി അബൂബക്കറിനെയാണ് പോക്സോ കേസിൽ വടക്കാഞ്ചേരി കോടതി ശിക്ഷിച്ചത്. പ്രതി 70,000 രൂപ പിഴയടക്കണമെന്നും കോടതി ഉത്തരവിട്ടു. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി R മിനിയാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും വകുപ്പുകൾ പ്രകാരം പ്രതിയായ ചെറുതുരുത്തി കുളമ്പുമുക്ക് പ്ലാക്കൂട്ടത്തിൽ വീട്ടിൽ 68 വയസ്സുള്ള അബൂബക്കർ 14 വർഷം കഠിന തടവ് അനുഭവിക്കണമെന്നും 70,000 രൂപ പിഴയടക്കണമെന്നുമാണ് വിധി. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 8 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. അതിജീവിതയ്ക്ക് പുനരധിവാസത്തിനുള്ള നഷ്ടപരിഹാരത്തിനും വിധിന്യായത്തിൽ ശുപാർശയുണ്ട്. 16 സാക്ഷികളെയാണ് പോക്സോ കേസിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. തെളിവായി 19 രേഖകൾ ഹാജരാക്കിയിരുന്നു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ശ്രീദേവി രേഖപ്പെടുത്തിയ അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ രജിസ്റ്റർ ചെയ്ത കേസിൽ കുന്നംകുളം ACP-യാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ES സീനത്ത് ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള പിറവിക്ക് ശേഷം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് പിണറായി സർക്കാരെന്ന് STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM ഹമീദ്.
ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ STU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM ഹമീദ്. നാണം കെട്ടവരെ പേറേണ്ട ഇടത് ട്രേഡ് യൂണിയനുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും MM ഹമീദ് ആക്ഷേപിച്ചു. LDF സർക്കാരിന് തുടർഭരണം കിട്ടിയിട്ടും ഇടത് ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം പോലും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് പറയുന്നത് CITU ആണ്. CITUവിന്റെ എതിർപ്പ് പോലും അവഗണിച്ചാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കോടികളുടെ അഴിമതി നടക്കുന്നത്. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ വിഹിതം പോലും സർക്കാർ വകമാറ്റുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധതയാണ് ഇടതു സർക്കാരും പിന്തുടരുന്നതെന്നും MM ഹമീദ് പറഞ്ഞു. ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ഷേമനിധിയെ നിലനിർത്താൻ ഞങ്ങൾക്ക് ജീവത്യാഗം സഹിക്കേണ്ടി വരാൻ തയ്യാറാണ് എങ്കിൽ അതിന് പോലും ഞങ്ങൾ തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമരരംഗത്തേക്ക് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഇറങ്ങേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ഈ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഓണം അടുത്തു വരികയാണ്. ഇവിടെ വന്നിട്ടുള്ള തൊഴിലാളികളൊക്കെ അല്പസ്വല്പം ഓണത്തിന് മുമ്പേ കിട്ടുന്ന ചെറിയ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സമരവുമായി നമ്മൾ ഈ രംഗത്ത് വന്നിട്ടുള്ളത്. ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക, ബോണസ് വർദ്ധിപ്പിക്കുക, പൊതുമേഖലയിൽ ശമ്പളവും ആനുകൂല്യവും ഉറപ്പാക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു STU ധർണ. ജില്ലാ പ്രസിഡന്റ് PP മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. KT ഹംസ, ഷംസുദ്ദീൻ തൃത്താല, ഹംസ കരിമ്പ, റഫീഖ്, ഉമ്മർ, മുസ്തഫ, ഖാദർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. കോളനിപ്പടി സ്വദേശി 21 വയസ്സുള്ള ഉവൈസ്, അഞ്ചങ്ങാടി സ്വദേശി 22 വയസ്സുള്ള സാലി എന്നിവർക്കാണ് കുത്തേറ്റത്. പുലർച്ചെ 1 മണിയോടെ അഞ്ചങ്ങാടി കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് വെച്ചാണ് സംഭവം. ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഇരുവർക്കും കുത്തേൽക്കുകയായിരുന്നു. ഉവൈസിന്റെ നെഞ്ചിലാണ് പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റ ഇരുവരെയും ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അമ്പലപ്പാറയിൽ പട്ടാപ്പകൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ കൊട്ടേഷൻ സംഘത്തിലെ 2 പേർ കൂടി അറസ്റ്റിൽ. ചാവക്കാട് അകലാട് രാജാ ബീച്ച് തേച്ചൻപുരക്കൽ 32 വയസ്സുള്ള മിറാജുദ്ദീൻ, കുന്നംകുളം അമ്മാട്ടുവീട്ടിൽ 48 വയസ്സുള്ള സുരേഷ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്പലപ്പാറ പുളിയങ്കാവ് റോഡ് പൊട്ടച്ചിറ സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. പനമണ്ണ സ്വദേശികളായ 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. കഴിഞ്ഞ ജൂൺ 19 രാവിലെ 8:30യോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്കോർപിയോ കാറിലെത്തിയ 5-അംഗ സംഘമാണ് 43-കാരനായ സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. സാമ്പത്തിക താൽപര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു കൊട്ടേഷൻ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൊട്ടേഷൻ ഏറ്റെടുത്തയാളെ പിടികൂടിയാൽ മാത്രമേ കേസിൽ വ്യക്തത വരികയുള്ളൂ. സന്തോഷ് കുമാർ വീട്ടിൽ നിന്ന് ചുനങ്ങാട് തിരുണ്ടിക്കലിലെ സ്ഥാപനത്തിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് സ്കോർപിയോയിൽ കാത്തുനിന്ന സംഘം തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. മർദ്ദിച്ച് ബലമായി കാറിലേക്ക് തള്ളിക്കയറ്റാനായിരുന്നു ശ്രമം. പിടിവലിക്കിടെ കയ്യിലും മുഖത്തും മർദ്ദനമേറ്റ സന്തോഷ് കുമാർ നിലവിളിച്ച് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. പോലീസ് ഇൻസ്പെക്ടർ A. അജീഷ്, SI M. സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ INTUC പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വെളിച്ചിട്ട് വന്നിരിക്കുന്നു. ഇത് അവർ കാണിക്കുന്നത് ഇന്നലെ വരെ പറഞ്ഞു നടന്നിട്ടുള്ള സഖാക്കളെ പറ്റിച്ചിരിക്കുന്നു. ഇന്നലെ വരെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ തത്വത്തെ ബലികഴിച്ചിരിക്കുന്നു. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പ്രവൃത്തിയായി ഈ ഗവൺമെന്റ് പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് അധികാരം നിലനിർത്താൻ എത്ര ശത്രുവിനെ പോലും കൂട്ടുപിടിക്കുന്നു, ഏത് സെക്രട്ടറിയെ പോലും കൂട്ടുപിടിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കേരളത്തിൽ ജീവിക്കുന്ന കർഷകരെയും സാധാരണ തൊഴിലാളികളെയും ഇതുപോലെ ബിൽഡിംഗ് റോഡ് വർക്കേഴ്സ് യൂണിയന്റെ ആളുകളെയും അവരൊക്കെ വിസ്മരിക്കുന്നു. ഓണത്തിനു മുമ്പ് മുഴുവൻ പെൻഷൻ കുടിശ്ശികയും അനുവദിക്കുക, മറ്റ് ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ,
KPCC സെക്രട്ടറിമാരായ പി ബാലഗോപാലൻ, PV രാജേഷ്, DCC സെക്രട്ടറിമാരായ V രാമചന്ദ്രൻ, MN ഗോകുൽദാസ്, KC പ്രീത്, BNRWF ജില്ലാ ജനറൽ സെക്രട്ടറി M ഹരിദാസ്, സരസ്വതി രാമചന്ദ്രൻ, MV ഷൺമുഖൻ, P സ്വാമിനാഥൻ, P ഗോപാലകൃഷ്ണൻ, PV മുഹമ്മദ് അലി, രതീഷ് പുതുശ്ശേരി, S സുനിൽകുമാർ, സയ്യിദ് മണ്ണാർക്കാട്, ശിവരാമകൃഷ്ണൻ ചിറ്റൂർ, ഗീതാപ്രകാശ്, മീനാക്ഷിക്കുട്ടി, ഭാസ്കരൻ കൊല്ലങ്കോട്, ഉണ്ണികൃഷ്ണൻ കുത്തനൂർ, V മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണമെടുത്തിട്ടും അവശ്യ സാധനങ്ങളില്ല. മാവേലി സ്റ്റോറിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. മങ്കര ഗ്രാമപഞ്ചായത്തിലെ മാങ്കുരിശ്ശിയിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങളുടെ കുറവ് നികത്തണമെന്നും സബ്സിഡി സാധനങ്ങൾ മറിച്ചുവിൽക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മങ്കരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പ്രതിഷേധ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് ഈ പൊതുവിതരണ ശൃംഖലയിൽ പാവപ്പെട്ടവൻ്റെ ആശ്രയമായ ഇതുപോലുള്ള മാവേലി സ്റ്റോറുകൾ, ഈ മാവേലി സ്റ്റോർ നിലകൊള്ളുന്നത് തന്നെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് വേണ്ടിയുമാണ്. അവർ നാടുമായി ക്യൂ നിന്ന് വെയിൽ കൊണ്ട് തങ്ങളുടെ സമയം മുഴുവനും ഈ മാവേലി സ്റ്റോറിൻ്റെ മുന്നിൽ ചിലവഴിച്ച് ആ കൗണ്ടറിൽ എത്തുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന വസ്തുക്കളൊന്നും തന്നെ ഈ മാവേലി സ്റ്റോറിലില്ല. നിത്യോപയോഗ സാധനങ്ങൾ മാവേലി സ്റ്റോറിൽ സബ്സിഡിയിലൂടെ വിതരണം ചെയ്യണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് N അച്യുതൻകുട്ടി അധ്യക്ഷനായി. P ഷാഹുൽ ഹമീദ്, KC സന്തോഷ്, സുബൈർ കല്ലൂർ, സുമംഗല, KV രവീന്ദ്രൻ, രായൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ MV രമേശ്, KB വിനോദ് കുമാർ, N അനുശ്രീ, KL ചന്ദ്രിക, BP പാഞ്ചാലി തുടങ്ങിയവർ സംസാരിച്ചു. ഇത് സംബന്ധിച്ച് മങ്കര പഞ്ചായത്തിൽ പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓണക്കാലമായിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന സർക്കാർ നയത്തിനെതിരെ പാലക്കാട്ട് KST എംപ്ലോയി സംഘ് പ്രതിഷേധം. പാലക്കാട് ഡിപ്പോയിൽ നടത്തിയ പ്രതിഷേധ യോഗം എംപ്ലോയി സംഘ് ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലമായിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഇടത് സർക്കാർ നയം അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത TV രമേഷ് കുമാർ കുറ്റപ്പെടുത്തി. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം സാക്ഷാൽ മുഖ്യമന്ത്രി പോലും തന്ന വാക്കുകൾ ജനിക്കുമ്പോൾ അതിനേക്കാൾ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളും മറ്റും തരികയുണ്ടായി. മുഖ്യമന്ത്രി 5-ാം തീയതി ശമ്പളം തരാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ഞാൻ 1-ാം തീയതി ശമ്പളം തരും എന്നുള്ള രീതിയിൽ വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുകയുണ്ടായി. അദ്ദേഹം പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ എല്ലാവരും ആ രീതിയിൽ തന്നെയായിരുന്നു. വരുന്ന അധികാരികളും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാവരും നാൾക്കുനാൾ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതെല്ലാം വലിയ വിജയമായിരുന്നു, വൻ ലാഭകരമാണ് എന്നുള്ള രീതിയിൽ പത്രവാർത്തകളും വന്ന് ജനങ്ങളെ സ്വാധീനിക്കും. പക്ഷേ ശമ്പളം കൊടുക്കുന്ന ദിവസമോ എന്തെങ്കിലും ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിച്ച് തൊഴിലെടുത്ത് വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങിപ്പോകുന്ന പെൻഷൻകാർക്കോ 10 പൈസയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ലാഭമൊന്നും കാണുന്നില്ല. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ M കണ്ണൻ, PR മഹേഷ്, ജില്ലാ സമിതി അംഗങ്ങളായ KP രാധാകൃഷ്ണൻ, M മുരുകേശൻ എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് S സുരേഷ്, K ഹരിദാസ്, R ശിവകുമാർ, K ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മദ്യപിച്ച വാഹനമോടിക്കുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തി. ജില്ലയിൽ വ്യാപകമായി ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് നടപടി. യാത്രക്കാരിൽ നിന്നും ഉയർന്നുവന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ബസ്സുകളിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കൽ, സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചുള്ള സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി തോമസ് പറഞ്ഞു. പട്ടാമ്പിയിൽ നടത്തിയ പരിശോധനയിൽ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചതും പ്രവർത്തനരഹിതമായ സ്പീഡ് ഗവർണർ ഉപയോഗപ്രദമാക്കാതെയും സർവീസ് നടത്തിയ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പരിശോധന സംഘത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അരുൺ പ്രസാദ്, ഹരീഷ് മോൻ തുടങ്ങിയവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മലമ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ.
പാലക്കാട് സുന്ദരം കോളനിയിൽ പീർ മൊയ്തീന്റെ മകൻ യൂസഫാണ് പിടിയിലായത്. കഴിഞ്ഞ ജൂൺ 9-നാണ് മലമ്പുഴ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ്ങിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാനുള്ള ശ്രമം നടന്നത്. പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് 3 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് തിരിച്ചറിഞ്ഞതായി മനസ്സിലാക്കിയ പ്രതി ഒളിവിലായിരുന്നു. മലമ്പുഴ CI M സുജിത്തിന്റെ നിർദ്ദേശപ്രകാരം ടൗൺ നോർത്ത് SI രാജേഷ്, മനീഷ്, മലമ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സതീഷ്, പ്രസാദ്, സുനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണക്കേസുകളിലെ പ്രതിയാണ് യൂസഫ്. പിടികൂടിയ പ്രതിയെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഷൊർണൂരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ പ്രതിഷേധമിരമ്പി. ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കണമെന്നും മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടണമെന്നും രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഷൊർണൂരിൽ പന്തം കൊളുത്തി പ്രകടനത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഷൊർണൂർ ടൗണിൽ നടന്ന പ്രകടനത്തിന് വിജയപ്രകാശ് ശങ്കർ, VK ശ്രീകൃഷ്ണൻ, K കൃഷ്ണകുമാർ, TK ബഷീർ, PR പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. KB മോഹൻദാസ്, രവീന്ദ്രൻ അമ്മാത്ത്, PC രാമൻകുട്ടി, അബൂബക്കർ, TK സുരേഷ് കുമാർ, വിജയഭാനു, ഹരി, രവീന്ദ്രൻ, സുജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് പന്തം കൊളുത്തി പ്രകടനം നടത്തി. പട്ടാമ്പി നഗരത്തിൽ നടന്ന പ്രതിഷേധ സമരം DCC എക്സിക്യൂട്ടീവ് മെമ്പർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ സമരത്തിൽ ഉമ്മർ കീഴായൂർ അധ്യക്ഷനായി. ET ഉമ്മർ, K ബഷീർ, AK അക്ബർ, വാഹിദ് കൽപ്പക, ഹനീഫ മാനു, TP മുനീർ, വാഹിദ് ഉമിക്കുന്ന, P ഷൌക്കത്ത്, K പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച മണ്ണൂർ, ലക്കിടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ തീപ്പന്തം പരിപാടിയുടെ ഭാഗമായാണ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ മണ്ഡലം പ്രസിഡന്റ് M ശിവപ്രകാശ്, P വിജയലക്ഷ്മി, സക്കറിയ, നവാസ്, PK പ്രമേഷ്, K കനകൻ, P സ്വാമിനാഥൻ, അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെമ്പാടുമുള്ള മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിൻ്റെ മാഫിയ പ്രവർത്തനം അവസാനിപ്പിക്കുക, പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധ യോഗത്തിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ നമ്മളെല്ലാം ഞെട്ടിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലക്കിടിപ്പേരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പന്തം കൊളുത്തി പ്രകടനം DCC സെക്രട്ടറി ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. UP രവി, PS നാസർ, PP പാഞ്ചാലി, UP രാജു, രാജേന്ദ്രൻ, ഹരിദാസ്, ജിത്തു, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുള്ളൂർക്കര സെന്ററിൽ അവസാനിച്ചു. ആഭ്യന്തര വകുപ്പ് കൈകാര്യത്തിന് മുഖ്യമന്ത്രിയാണെങ്കിലും ഭരണം നടത്തുന്നത് BJP-യാണ്. അതുകൊണ്ട് BJP-യും CPM കൂടെ സംയുക്തമായി നടത്തുന്ന ഭരണത്തിനെതിരെ ജനവികാരം സംസ്ഥാനത്തൊട്ടാകെ വർദ്ധിച്ചിരിക്കുന്നു. ആ ജനവികാരം മാനിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഭരണം ഇപ്പോൾ നടക്കുന്നില്ല. ഓണക്കാലമാണ്. ഒരു സാധനങ്ങളും വിലവർദ്ധനവ് നമ്മൾ സാധാരണ ജനങ്ങളെ ബാധിച്ചിരിക്കുന്നു.
തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NK പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷനായി. KPCC മെമ്പർ NS വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PA ഷാനവാസ്, K നാരായണൻകുട്ടി, PV സുലൈമാൻ, പ്രസാദ് ആറ്റൂർ, MM നൌഷാദ്, ശ്രീയേഷ് നരിപ്പറ്റ, ബാലകൃഷ്ണൻ, ബിനീഷ്, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് KPCC സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പറളി ചെക്ക് പോസ്റ്റിൽ നടന്ന പന്തംകുളത്തി പ്രകടനത്തിൽ പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA ഹക്കീം, ദളിത് കോൺഗ്രസ് പറളി ബ്ലോക്ക് പ്രസിഡന്റ് KR ചന്തു, KK പ്രദീപ് കുമാർ, KP ഹംസ, സുരേഷ് ബാബു, MC ബാലകൃഷ്ണൻ, രതീഷ് മേലേടത്ത്, കനകദാസ്, KM മാധവൻ, KS അസ്ഫർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള മൂന്നാമത്തെ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 18 മാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക ലക്ഷ്യമിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ഷൊർണൂർ ജംഗ്ഷനും വള്ളത്തോൾ നഗർ സ്റ്റേഷനുമിടയിൽ യാർഡ് പരിഷ്കരണം ഉൾപ്പെടെ അനുവദിച്ച പുതിയ റെയിൽവേ ട്രാക്കിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള മേൽപ്പാലം നിർമ്മാണത്തിന് തുടക്കമായത്. രാവിലെ ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള കാരൂർ കൃഷ്ണക്ഷേത്രത്തിലെ പൂജാരി നാരായണുണ്ണി മൂസന്റെ നേതൃത്വത്തിലുള്ള പൂജകൾക്ക് ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ഏകദേശം 42 കോടി രൂപ ചിലവിൽ 2 ട്രാക്കുകൾക്ക് മുകളിലായാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. MS പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കരാർ നൽകിയിരിക്കുന്നത്. 18 മാസമാണ് പൂർത്തീകരണ കാലാവധി. ഉദ്യോഗസ്ഥരായ VS അജി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തോമസ്, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, ഏജൻസി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ബാലസംഘം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. ഓങ്ങല്ലൂർ EMS സ്മാരക ബാങ്ക് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ബാലസംഘം സംസ്ഥാന കൺവീനർ TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ നന്നായി പഠിക്കും, കുട്ടികളെ മനുഷ്യരാകും, കുട്ടികളെ പേടിക്കാതിരിക്കൂ എന്നാണ്. പേടിക്കാതിരിക്കുന്നതാണ് പ്രത്യേക കാരണം എന്നറിയാം. ജന്മിയുന്നവരുടെയും ബ്രിട്ടീഷ് പോലീസിനെ ബാധിച്ച കാലമാണ്. അതിനോട് അടരാളിക്കൊണ്ടാണ് അക്കാലത്തെ ചുണക്കുട്ടികൾ ബാലസംഘം വന്നത്. ഒക്ടോബർ 11, 12 തീയതികളിലായി പട്ടാമ്പിയിൽ നടക്കുന്ന ബാലസംഘം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ബാലസംഘം ജില്ലാ പ്രസിഡന്റ് ലിജി സുരേഷ് അധ്യക്ഷയായി. CPI ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, ബാലസംഘം ജില്ലാ കൺവീനർ U ബാലചന്ദ്രൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ്, ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ പ്രേംജിത്ത്, അക്കാദമിക് കൺവീനർ VT രാഗേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം KR അഭിഷേക്, ഏരിയ പ്രസിഡന്റ് SP റിദ്ദുജ, സെക്രട്ടറി മുഹമ്മദ് റിയാസ്, ഏരിയ കൺവീനർ TV ഗിരീഷ്, CPI ഓങ്ങല്ലൂർ ലോക്കൽ സെക്രട്ടറി M നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി F ജീവൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് A അശ്വതി നന്ദിയും പറഞ്ഞു. യോഗത്തിൽ T ഗോപാലകൃഷ്ണൻ ചെയർമാനായും A അശ്വതി ജനറൽ കൺവീനറുമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ മുഴുവൻ അങ്കണവാടി കുട്ടികൾക്കും യൂണിഫോമും ID കാർഡും. പഞ്ചായത്തിലെ 32 അങ്കണവാടികളിലെ 300-ലധികം കുട്ടികൾക്കാണ് യൂണിഫോമും ഐഡന്റിറ്റി കാർഡും നൽകിയത്. ഓരോ കുട്ടിക്കും 2 ജോഡി യൂണിഫോം വീതമാണ് നൽകിയത്. ഫോട്ടോയും മേൽവിലാസവും രക്ഷിതാവിന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചാണ് ID കാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. രാജ്യത്ത് തന്നെ മാതൃകാപരമായ പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പാക്കിയത്. പിങ്ക് ടീഷർട്ടും ഡാർക്ക് ബ്ലൂ ട്രൗസറുമടങ്ങിയ 2 ജോഡി യൂണിഫോമാണ് നൽകിയത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ നിറത്തിലുള്ള യൂണിഫോമാണ്. എല്ലാ കുട്ടികളും തുല്യരാണെന്ന് കാണിക്കുന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ലക്കിടി പേരൂർ പഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികൾക്ക് വസ്ത്രധാരണത്തിൽ ചിട്ടയുണ്ടാകാനും ഇത് സഹായകരമാകും. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് യൂണിഫോം ധരിക്കേണ്ടത്. ബുധൻ, ശനി ദിവസങ്ങളിൽ കളർ വസ്ത്രങ്ങൾ ധരിക്കാം. ALMC ഫണ്ടും രക്ഷിതാക്കളിൽ നിന്ന് ലഭിച്ച ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. 1.5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. കുട്ടികളിൽ വസ്ത്രധാരണ രീതി ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് പറഞ്ഞു. വ്യത്യസ്തമായ പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പണമുള്ളവരും
പാവപ്പെട്ടവരും തുല്യരാണെന്ന സന്ദേശം കൂടി ഇതിലൂടെ നൽകുന്നുണ്ടെന്ന് ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് ICDS സൂപ്പർവൈസർ ലക്ഷ്മി ദാമോദർ പറഞ്ഞു. കെ പ്രേംകുമാർ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അംഗൻവാടി എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ കളിക്കാൻ വരുന്ന, പഠിക്കാൻ വരുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മൾ ധരിച്ചിട്ടുള്ളത് അല്ലേ? അംഗൻവാടിയിൽ പഠിക്കുമോ? അംഗൻവാടിയിൽ പഠിക്കാനുണ്ടോ? എന്താ പഠിക്കാറ്? അംഗൻവാടിയിൽ പഠിക്കാത്തതിന് രക്ഷിതാക്കൾ കുട്ടികളെ ചീത്ത പറയരുത്, അത് വീട്ടിൽ ചെന്ന് പരിശോധിക്കരുത്, അത് ശിശു സൗഹൃദപരമല്ല. അംഗൻവാടിയിൽ കളിയിലൂടെ നമ്മുടെ മക്കള് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, അവർ പഠിക്കട്ടെ, അവർ അക്ഷരങ്ങളെയും അക്കങ്ങളെയും ഒക്കെ പരിചയപ്പെടട്ടെ. പക്ഷെ നമ്മളൊരു നിർബന്ധ ബുദ്ധിയിൽ എന്തു പഠിച്ചു കുട്ടി എന്ന മട്ടിലൊരു പരിശോധന അംഗൻവാടിയിൽ പോകുന്ന കുട്ടികളെ ദയവ് ചെയ്ത് നടത്തരുത്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA നസറിൻ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ കെ സുമ, കെ ഹരി, പി വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓണക്കാലത്ത് വിലക്കയറ്റം ജനങ്ങളെ പ്രതിസന്ധിയിലാക്കരുതെന്നാണ് സർക്കാർ നയമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പറളിയിൽ ആരംഭിച്ച ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. കർഷകർക്ക് ഉയർന്ന വില നൽകി സാധനങ്ങൾ ഏറ്റെടുത്താണ് കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് ഓണച്ചന്തയിലൂടെ പച്ചക്കറി നൽകുന്നതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നതിനൊപ്പം വിപണിയിലെ വിലക്കയറ്റം തടയാൻ വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. 14 തീയതി വരെ ഈ കർഷക വിപണന ചന്ത ആരംഭിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഒരു പുത്തൻ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്ത കൈവരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച്, ഭൂമിയുടെ വിസ്തൃതി അനുസരിച്ച്, കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഏതൊക്കെ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന ചിന്തയിലാണ് കാർഷിക ക്ഷേമ വികസന വകുപ്പ്. കെ ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി ആദ്യ വിൽപ്പന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷഫ്ദർ ഷെരീഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS അജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പകവല്ലി, KK പ്രീത, പാലക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു, ആത്മ പ്രോജക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നാസർ, കൃഷി ഓഫീസർ R മോഹനരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 14 വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സപ്ലൈകോ തരൂർ നിയോജകമണ്ഡലം തല ഓണം ഫെയറിന് തുടക്കമായി. കോട്ടായി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നടന്ന നിയോജകമണ്ഡലം തല ഉദ്ഘാടനം PP സുമോദ് MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷനായി. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ആദ്യ വിൽപ്പന നടത്തി. KP രവീന്ദ്രൻ, CR കുഞ്ചു, KUM താജുദ്ദീൻ, കോട്ടായി സപ്ലൈകോ മാനേജർ ലതിക തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി കോങ്ങാട് മണ്ഡലം പാന്തംപാടം യൂണിറ്റ് സമ്മേളനവും ഓണക്കിറ്റ് വിതരണവും നടത്തി. പരിപാടി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അബു ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സദ്യ ഒരുക്കി കാത്തിരിക്കുന്നത് അതൊരു മാവേലി എന്ന് പറഞ്ഞൊരു പ്രതീകമാണ്. ആ നല്ല കാലത്ത് നമ്മൾ കാത്തിരിക്കുകയാണ്. പൂക്കളമിട്ട് സദ്യ ഒരുക്കി പായസം വെച്ച് 18 കൂട്ടം കറികളുണ്ടാക്കി നമ്മൾ കാത്തിരിക്കുന്ന ആരെയാണ്? മാവേലി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ആ കാലത്തെയാണ്. എന്നാണ് അങ്ങനെ ഒരു കാലം പുലരുക? ജനങ്ങൾ തോളോട് തോൾ ചേർന്ന് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച്. കിഴക്കഞ്ചേരിക്കാവ് വെൽഫെയർ ഹാളിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് കരീം പറളി അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് സമാപന പ്രസംഗം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി.
ജില്ലാ സെക്രട്ടറി റിയാസ് ഖാലിദ് യൂണിറ്റ് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചു. വേലായുധൻ, ബാലൻ, അസീസ്, റഹ്മാൻ മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പി വി കോശി, മുഹമ്മദ്, വിജയൻ, ദേവു എന്നിവർ നേതൃത്വം വഹിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളായി വേലായുധനെ പ്രസിഡന്റായും, അബ്ദുൾ അസീസിനെ സെക്രട്ടറിയായും, രാമകൃഷ്ണനെ ട്രഷററായും, സുന്ദരനെ വൈസ് പ്രസിഡന്റായും, വിസ്മയെ ജോയിന്റ് സെക്രട്ടറിയായും യോഗം തിരഞ്ഞെടുത്തു. കൂടാതെ യോഗത്തിൽ പുതിയ അംഗങ്ങൾക്ക് അംഗത്വ കാർഡും നൽകി. ഓണത്തോടനുബന്ധിച്ച് 45ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കുടുംബശ്രീയുടെ വിപുലമായ കാർഷിക പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വെള്ളിയാങ്കലിനു സമീപം സെപ്റ്റംബർ 12, 13, 14 ദിവസങ്ങളിലാണ് മേള നടക്കുക. കുടുംബശ്രീ തൃത്താലപ്പൊലിമ എന്ന പേരിലാണ് തൃത്താല വെള്ളിയാങ്കലിന് സമീപം കുടുംബശ്രീയുടെ വിപുലമായ കാർഷിക പ്രദർശന വിപണന മേള ഒരുക്കുന്നത്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഓണാഘോഷത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി നടത്തുന്ന മേളയ്ക്ക് സെപ്റ്റംബർ 12 വ്യാഴാഴ്ച തുടക്കമാകും. കാർഷിക രംഗത്തെ നൂതന രീതികൾ പരിചയപ്പെടുത്തുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും വിവിധ യന്ത്ര സാമഗ്രികളും സാധാരണക്കാരായ കർഷകരിലേക്കും പൊതുജനങ്ങളിലേക്കും സംരംഭകരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് മേള സംഘടിപ്പിക്കുന്നത്. കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ ആഭിമുഖ്യത്തിലാണ് വിപുലമായ മേളയൊരുക്കുന്നത്. പ്രദർശനങ്ങൾ, സെമിനാറുകൾ, ഭക്ഷ്യമേള, കാർഷിക മേള എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്നാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. രാവിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണപ്പൂക്കളം തീർത്തു. മുഹമ്മദ് മുഹസിൻ MLA ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണത്തെ വരവേൽക്കാൻ നമ്മൾ മലയാളികൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് മുഴുവൻ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ആർഭാടങ്ങളോട് കൂടിയിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല. പൂക്കളം ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സദ്യയും കുടുംബാംഗങ്ങളും ജീവനക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒന്ന് കൂടി ഓണം ആഘോഷിക്കുകയാണ്. താലൂക്ക് തഹസീൽദാർ TP കിഷോർ, ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിപുലമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിപാടികൾ ഒഴിവാക്കിയാണ് ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭിന്നശേഷി കലോത്സവവും ഓണം വിപണന മേളയും തുടരുന്നു. സെപ്റ്റംബർ 14 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്ത ഇനം പരിപാടികളുമായാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടി. ആടിയും പാടിയും വിവിധ ഇനം മത്സരങ്ങളുമായി ഭിന്നശേഷി കലോത്സവം തുടരുന്നു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഓരോ ടീമായാണ് ഓണാഘോഷത്തെ കളറാക്കാൻ ഒപ്പന ഉൾപ്പെടെയുള്ള വിവിധ മത്സര ഇനം വേദിയിലെത്തിച്ചത്. നിരവധി ആളുകൾ പരിപാടികൾ ആസ്വദിക്കാനെത്തിയിരുന്നു. ഓരോ മത്സര വിജയികൾക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമ്മാനവും നൽകും. ഓണം വിപണന മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ഉൾപ്പെടെ വിവിധ സംരംഭകർ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ വിപണനമാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. മേളയിലും ആവശ്യക്കാർ ഏറെയാണ്. ഈ മാസം 14 കലോത്സവവും മേളയും സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ പഞ്ചായത്തിൽ കുടുംബശ്രീ ഓണം വിപണന മേള ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ PS സുരഭി സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി NR ഗീത, JSSS ബിന്ദു, CDS വൈസ് ചെയർപേഴ്സൺ PK പ്രമീള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പട്ടാമ്പി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണസമൃദ്ധി കർഷക ചന്തയ്ക്ക് തുടക്കമായി. കർഷക ചന്തയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. പൊതുവിപണിയിൽ ഉത്പന്നങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും പട്ടാമ്പി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി കാർഷിക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. സാധാരണയാണ് അതിന് ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് കർഷകരെ സഹായിക്കുന്നതിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കച്ചവടം നമുക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പച്ചക്കറി ചന്ത കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. തീർച്ചയായും ഈ ഓണത്തിന് ഹോർട്ടികോർപ്പിന്റെയും അതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരസഭയുടെ കീഴിലുള്ള കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഓണച്ചന്തയ്ക്ക് എല്ലാ സഹകരണവും കർഷകരിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിലേക്ക് എന്ന ലക്ഷ്യത്തോടുകൂടി സെപ്റ്റംബർ 11 മുതൽ 13 വരെ വില്ലേജ് ഓഫീസിന് എതിർവശത്താണ് ചന്ത പ്രവർത്തിക്കുക. വിതരണോദ്ഘാടന ചടങ്ങിൽ കൃഷി ഓഫീസർ സൂര്യ എം സ്വാഗതം പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ കവിത, കർഷകർ, പാടശേഖര പ്രതിനിധികൾ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ കൃഷിഭവന്റെ ഓണസ്മൃതി 2024 കർഷക ചന്ത അമ്പലപ്പാറ ഇക്കോ ഷോപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. പച്ചക്കറികൾക്ക് ചന്തയിൽ 30% വിലക്കിഴിവുണ്ട്. ഉത്രാടം നാൾ വരെ ചന്ത പ്രവർത്തിക്കും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കർഷക ചന്തയ്ക്കും കുടുംബശ്രീയുടെ ഓണം വിപണന മേളയ്ക്കും തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് മിതമായ വിലയിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓങ്ങല്ലൂർ സെന്ററിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചത്. ഇതോടൊപ്പം കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഓണം വിപണനമേളയ്ക്കും തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ ഓണ വിപണനമേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കർഷക ചന്തയും ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അതും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷനായി. പ്രദേശത്തെ കർഷകരിൽ നിന്ന് സ്വരൂപിച്ച പച്ചക്കറികളാണ് ചന്ത വഴി വിപണനം നടത്തുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, CDS അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓണച്ചന്ത അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഓണച്ചന്തയിൽ ആദ്യ വിൽപ്പനയും MLA നടത്തി. നിയന്ത്രിക്കാൻ പറ്റുക തന്നെ വേണം. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2016 മുതലാണ് നമ്മുടെ ഗവൺമെന്റ്, അന്ന് കോൺഗ്രസിന്റെ ഗവൺമെന്റ് കേരളം ഭരിച്ചിരുന്ന സമയത്ത് അവരിറങ്ങിപ്പോകുമ്പോൾ അന്ന് എത്രയാണ് പയറിലില്ല, അന്ന് എത്രയാണോ അരിക്കുമില്ല, അത് ചില അരികളുടെ പേര് പറയുന്നുണ്ട്, അതിനുണ്ടായിരുന്ന വില, അതുപോലെ തന്നെ വൻപയർ, ചെറുപയർ, ഇതെല്ലാം ആ 13 ഇന സാധനങ്ങൾ അതേ വിലയിലാണ് നിർത്തിയത്, ഒരു നയാ പൈസ കൂട്ടാതെ. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് അധ്യക്ഷനായി. CM അബ്ദുൾ റഹ്മാൻ, ER ശശി, ഡയറക്ടർമാരായ KR ഷാജീവ്, MA മോഹൻദാസ്, VC ആദം, സന്തോഷ് കുമാർ, അബ്ദുൾ മുത്തലീഫ്, സുബൈദ, കനകലത, KV രാജൻ, KK രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി KB സുധീർ സ്വാഗതവും സബീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓണാഘോഷത്തോടനുബന്ധിച്ച് കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പച്ചക്കറി ചന്ത ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പച്ചക്കറി ചന്തയാണ് ഓണത്തോടനുബന്ധിച്ച് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. മാർക്കറ്റ് നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ പച്ചക്കറി ഓണം സീസണിൽ ആവശ്യക്കാർക്ക് നൽകുക എന്നുള്ള ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള ദൗത്യമാണ് കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്തത്. മാർക്കറ്റിൽ പലതിനും ഈ ഉത്സവ സീസണുകളിൽ വില ക്രമാതീതമായി വർദ്ധിക്കാറ്, അത് പിടിച്ചു നിർത്താൻ ഇത്തരം സർവീസ് സഹകരണ ബാങ്കുകളിലൂടെയുള്ള ഓണച്ചന്തകൾ കൊണ്ടാണ് മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ എല്ലാം ചന്തകൾ, ഓണച്ചന്തകളാണ് വിപണിയെ വിലക്കയറ്റത്തിൽ നിന്ന് പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K വിനോദ് മേനോൻ സ്വാഗതവും ഡയറക്ടർ PA പത്മജ നന്ദിയും പറഞ്ഞു. ഡയറക്ടർമാർ, സഹകാരികൾ,
ഇടപാടുകാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പൊതുമാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലയിലാണ് പച്ചക്കറികൾ വിൽപ്പന തുടരുന്നതെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാത്തൂർ തണ്ണീരങ്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓണച്ചന്ത PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് അങ്കണത്തിൽ ചേർന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നന്ദകുമാർ അധ്യക്ഷനായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് P ഉണ്ണികുമാർ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി V ജയ നന്ദിയും പറഞ്ഞു. ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും പരിപാടിക്ക് നേതൃത്വം നൽകി. ഓണച്ചന്തയിൽ 23 ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് 1200 രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഓണച്ചന്ത മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഇത് മാത്രമല്ല, ഇപ്പോൾ ഇന്ന് തന്നെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും കൂടി സംയുക്തമായി പച്ചക്കറി ചന്ത ഇന്ന് 3 മണിക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ 11 മണിക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണച്ചന്തയും. അങ്ങനെ സമസ്ത മേഖലകളിലെയും ആളുകൾക്ക് ഈ വില നിലവാരം ഒരു വിപണിയിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇവിടെ നേതൃത്വം സൂചിപ്പിച്ചു. പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം AA ഷിഹാബ്, TR ശശി, ഡയറക്ടർമാരായ അരവിന്ദാക്ഷൻ, K ഓമന, സരിത, SJN നജീബ്, മുൻ ബാങ്ക് പ്രസിഡന്റ് PN സത്യജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. AVM റസാഖ് സ്വാഗതവും സെക്രട്ടറി A സ്മിത നന്ദിയും പറഞ്ഞു. ഓണച്ചന്തയിൽ 19 ഇനങ്ങളുള്ള കിറ്റിന് 1030 രൂപയാണ് വില. ഏകദേശം 700ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. RSS രാജ്യത്തെ വലിയ സംഘടനയെന്ന് സ്പീക്കർ സ്ഥാനത്തിരുന്ന് ഷംസീർ പറയരുതായിരുന്നു. ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാനുണ്ടെന്നും ചിറ്റയം ഗോപകുമാർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ്. ആഭ്യന്തര വകുപ്പ് ക്രിമിനൽ വൽക്കരിച്ചെന്നാരോപിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ പന്തം കൊളുത്തി പ്രകടനം. സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ബാധ്യതയായെന്ന് നേതാക്കൾ. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. സംഭവം പുലർച്ചെ 1 മണിയോടെ ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമ്പലപ്പാറയിൽ പട്ടാപ്പകൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ക്വട്ടേഷൻ സംഘത്തിലെ 2 പേർ കൂടി അറസ്റ്റിൽ. 4 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 68-കാരന് 14 വർഷം കഠിന തടവ്. പോക്സോ കേസിൽ വടക്കാഞ്ചേരി കോടതി ശിക്ഷിച്ചത് ചെറുതുരുത്തി കുളമ്പുമുക്ക് സ്വദേശി അബൂബക്കറെ. പ്രതി 70,000 രൂപ പിഴയടക്കണമെന്നും ഉത്തരവ്. മലമ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കേരളപ്പിറവിക്ക് ശേഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM ഹമീദ്. ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ STU ധർണ. ഓണക്കാലമായിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന സർക്കാർ നയത്തിനെതിരെ പാലക്കാട് ഡിപ്പോയിൽ KST എംപ്ലോയി സംഘ പ്രതിഷേധം. ലക്കിടിയിൽ അങ്കണവാടി കുട്ടികൾക്ക് യൂണിഫോമും ID കാർഡും. 1.5 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ 32 അങ്കണവാടികളിലെ 300-ലധികം കുട്ടികൾക്ക് 2 ജോഡി യൂണിഫോമും തിരിച്ചറിയൽ കാർഡും നൽകി. എല്ലാവരും തുല്യരെന്ന സന്ദേശമുയർത്തുന്ന പദ്ധതി കുട്ടികളുടെ വസ്ത്രധാരണ രീതി ചിട്ടപ്പെടുത്താനും സഹായകരമാകുമെന്ന് അധികൃതർ. നാട് ഓണാഘോഷ നിറവിലേക്ക്. വിപണിയിൽ തിരക്കേറുന്നു. സപ്ലൈകോ നിയോജകമണ്ഡലം ഓണം ഫെയറുകൾ തുടങ്ങി. സഹകരണ കർഷക ചന്തകളും കുടുംബശ്രീ വിപണനമേളയും സജീവം. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി വെള്ളിയാങ്കലിൽ നടത്തുന്ന കുടുംബശ്രീ കാർഷിക പ്രദർശന വിപണനമേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മങ്കര മാങ്കുറിശ്ശിയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് ആരോപിച്ച് മാവേലി സ്റ്റോറിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.